അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തിബ്ബുൽ ഖുലൂബ് സഹായ സംഘം നിലമേ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. ഇന്നിവിടെ വിശദീകരിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിൽ 89-ാമത്തെ ആയത്താണ്. കഴിഞ്ഞ ദിവസം ഞാൻ അത് ഓതിയിരുന്നു. ഇന്ന് അതിൻ്റെ വിശദീകരണവും അതിൻ്റെ അർത്ഥവുമാണ്. അല്ലാഹ് പറയുന്നു, അവരുടെ കാപട്യം അവരും പറഞ്ഞത് മാറ്റിപ്പറയുന്നു. ജൂതരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയപ്പോൾ ജൂതന്മാരുടെ ആ സ്വഭാവത്തെപ്പറ്റി പറയുക. അവരുടെ കയ്യിലും ഉള്ളൊരു വേദത്തെ ശരിവയ്ക്കും രീതിയിൽ ഇറക്കിയ ഖുർആനും. പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് വരുന്നതിന് മുന്നേ തന്നെ തൗറാത്ത് എന്ന് പറയുന്ന ഒരു വേദഗ്രന്ഥമുണ്ടായിരുന്നു. ആ വേദഗ്രന്ഥത്തിൽ എല്ലാ കാര്യങ്ങളും പറയുകയും അതിനോടൊപ്പം പരിശുദ്ധമായ ഖുർആൻ അവസാന ഒരു ഗ്രന്ഥമായി വരുമെന്നും ഒരു പ്രവാചകൻ അതിനായി നിയോഗിക്കപ്പെടുമെന്നും തൗറാത്തിൽ പറഞ്ഞു. ആ അറിവ് ഈ യഹൂദി ഈ ജൂതന്മാർക്കുണ്ടായിരുന്നു. എന്നിട്ടും അവർ പിന്തിരിഞ്ഞ് കളയുകയാണോ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. ഖുർആനും ഇറങ്ങിയേ സ്വഭാവവും മാറിയേ ജൂതരെ അവരുടെ സ്വഭാവവും തന്നാണേ. പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയതോടുകൂടി ഈ ജൂതന്മാരുടെ സ്വഭാവം ആകെ മാറാൻ തുടങ്ങി. അവർ തൗറാത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവർ തള്ളിക്കളയാൻ തുടങ്ങുകയാണ്. അവരുമേ പ്രാർത്ഥിച്ചു, എന്നോട് മുന്നേയും വരുവാനായി ദൂതനും നല്ലത് ചെയ്യുവാൻ. അവരും വിചാരിച്ചു, ആ ദൂതർ വന്നാലോ അറബികൾക്കെതിരായി വിജയവും നേടാമേ. തൗറാത്തിൽ പറഞ്ഞുള്ള കാര്യമാ ഖുർആനും വരുമെന്ന് ജൂതർക്ക് അറിയാമേ. തൗറാത്തിൽ പറഞ്ഞുള്ള കാര്യമാ ദൂതനും ഖുർആനും വരുമെന്ന് ജൂതർക്ക് അറിയാമേ. പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് അറേബ്യയിൽ അന്ധവിശ്വാസവും ബഹുദൈവ ആരാധനകളുമായി മുഴുകിയിരുന്ന അറബികൾ, അവരുടെ ഇടയിലുണ്ടായിരുന്ന ഈ ജൂതന്മാർ ന്യൂനപക്ഷമായിരുന്നു. ഈ ന്യൂനപക്ഷമായ ജൂതന്മാരെ ഈ ബഹുദൈവ ആരാധികളായ ഈ ബഹുദൈവ വിശ്വാസികളായ അറബികൾ ഉപദ്രവിക്കുമായിരുന്നു. അങ്ങനെ അവരെ അള്ളാഹുവിനോട് ഈ ജൂതർ പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുവേ, ഞങ്ങൾക്കൊരു പ്രവാചകനും ഒരു വേദഗ്രന്ഥവും എത്രയും പെട്ടെന്ന് നീ നൽകണേ. കാരണം എന്താണ്? അവരുടേതായ വേദമായ തൗറാത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഒരു നബീനി വരാനുണ്ടെന്നും പരിശുദ്ധമായ ഖുർആൻ വരാനുണ്ടെന്നും ലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകുമെന്നും ആ തൗറാത്തിൽ പറയുകയും അവരത് പഠിക്കുകയും ചെയ്തിരുന്നു ഈ ജൂതന്മാർ. അതുകൊണ്ട് തന്നെ ഈ അറബികളുടെ ബഹുദൈവ വിശ്വാസികളായ അറബികളുടെ ഉപദ്രവം സഹിക്കവയ്യാതെ വരുമ്പോൾ അവരെന്നുമെന്നും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, ഒരു പ്രവാചകൻ വരണേ, ഒരു വേദഗ്രന്ഥം വരണേ. അപ്പോഴാണ് അള്ളാഹു പറയുന്നത്, അങ്ങനെ അവർ പ്രാർത്ഥിച്ച നിമിഷങ്ങൾ എത്രയോ ഉണ്ട്. അങ്ങനെ ഞാൻ ആ പ്രവാചകനെയും
പരിശുദ്ധമായ ഖുർആനിനെയും ഇറക്കിയപ്പോൾ അവർ വിപരീതം കാണിക്കുകയാണോ? വിപരീതം കാണിക്കാൻ കാരണം എന്താണെന്നറിയുമോ? അറബികൾക്കിടയിലും വന്നത് കൊണ്ടാണ് നിഷേധിച്ചതവരുമേ അസൂയയും വെച്ചത്. അവർ വിചാരിച്ചു പോയി പ്രവാചകനും ഈ ഗ്രന്ഥവും ജൂതന്മാരുടെ ഇടയിൽ വരുമെന്ന്. പക്ഷേ അള്ളാഹു ഈ പരിശുദ്ധമായ ഗ്രന്ഥം ഇറക്കിയത് ബഹുദൈവ വിശ്വാസികളായ അറബികൾക്കിടയിലുള്ളതായ ആൾക്കാരിലായിരുന്നു. അതേ, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പരിശുദ്ധമായ ഖുർആൻ വരികയാണ്. അങ്ങനെ ഈ ബഹുദൈവ ആരാധകരെ അതിൽ നിന്നും ഒഴിവാക്കാനായി പ്രവാചകൻ പരിശുദ്ധമായ ഖുർആൻ ജനങ്ങളിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അറിവുള്ള ഈ കാര്യം പാടെ നിഷേധിച്ചു. അതിനാലേ അല്ലാഹു അവരെയും ശപിച്ചു. ഇത്തരം ശാപങ്ങൾ സത്യനിഷേധികൾക്ക് കിട്ടുന്നതാണെന്ന് അല്ലാഹു ഉണർത്തുന്നു. അവരുടെ മുൻ വേദഗ്രന്ഥമായ തൗറാത്തിൽ പറഞ്ഞു, ഒരു പ്രവാചകൻ വരുന്നു എന്നും ഒരു ഗ്രന്ഥം വരുന്നു എന്നും പറഞ്ഞു. അങ്ങനെ ആ ഗ്രന്ഥവും പ്രവാചകനും വന്നപ്പോൾ അത് അവരുടെ ജൂതന്മാരുടെ ഇടയിലല്ലാതെ അറബികളുടെ ഇടയിൽ നിന്നായതുകൊണ്ട് അവർ പാടെ അതിനെ നിഷേധിക്കുകയും അവർക്ക് അസൂയ വരികയും ചെയ്തു. അങ്ങനെ അവർ പാടെ നിഷേധിച്ച് കളഞ്ഞപ്പോൾ അള്ളാഹു അവരെ ശപിച്ചു കളഞ്ഞു. ഇതുപോലുള്ളതായ സത്യനിഷേധികളെ അള്ളാഹു ശപിക്കുന്നതാണ് എന്നുണർത്തുകയാണ് ഇവിടെ. ഞാൻ ആ ഖുർആനിലേക്ക് പോവുകയാണ്. വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹ് മുസദ്ദിഖുൻ ലിമാ മഅഹും. ആ ജൂതൻ അള്ളാഹു പറയുകയാണ്, ആ ജൂതന്മാരുടെ കാപട്യം നോക്കുക. അവരുടെ പക്കലുള്ള വേദത്തെ, അവരുടെ പക്കലുള്ള വേദം എന്താണ്? തൗറാത്ത്. അവരുടെ പക്കലുള്ള വേദത്തെ ശരിവയ്ക്കുന്ന ഒരു വേദം, അതേ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിങ്കൽ നിന്നും അവർക്ക് വന്ന് കിട്ടിയപ്പോൾ അവരതാ തള്ളിക്കളഞ്ഞു. വീണ്ടും അല്ലാഹു പറയുകയാണ്, വകാനൂ മിൻ ഖബലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ. അവരാകട്ടെ അത്തരം ഒരു ഗ്രന്ഥവുമായി വരുന്ന പ്രവാചകൻ മുഖേന അവിശ്വാസികൾക്കെതിരിൽ, അഥവാ അറേബ്യയിലെ ബഹുദൈവ വിശ്വാസികൾക്കെതിരെയായി വിജയം നേടാൻ ആ ജൂതന്മാർ എന്നും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാറുമുണ്ടായിരുന്നു. കണ്ടോ? വീണ്ടും അല്ലാഹു പറയുകയാണ്, ഫലമ്മാ ജാഅഹും മാ അറഫൂ കഫറൂ ബിഹി. അങ്ങനെ അവർക്ക് തൗറാത്ത് മുഖേന ശരിക്കും അറിവുണ്ടായിരുന്ന പരിശുദ്ധ ഖുർആൻ വന്നു കിട്ടിയപ്പോൾ അവർ അതിനെ പാടെ നിഷേധിച്ചു കളഞ്ഞു. ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ. അതിനാൽ ആ നിഷേധികൾക്കത്രേ അല്ലാഹുവിൻ്റെ ശപം.
പരിശുദ്ധമായ ബറാഅത്ത് രാവാണ്. ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ ഇന്നാണ് ബറാഅത്ത് രാവും, നാളെയാണ് നോമ്പ്. ശരിക്കും അത് നമുക്ക് പിൻപറ്റാവുന്നതാണ്. പക്ഷേ നമ്മളുടെ കേരളത്തിൽ പിറ കണ്ടതനുസരിച്ച് നാളെയാണ് നമുക്ക് ബറാഅത്ത് രാവും, മറ്റന്നാൾ ശനിയാഴ്ച നോമ്പുമാണ്. നാളെ വേണമെങ്കിലും നോമ്പ് പിടിക്കാം. ഇന്ന് ബറാഅത്ത് രാവ്, നമുക്ക് ഇഷ്ടം പോലെ ദുആ ചെയ്യാം. എന്തായാലും ഇന്നും നാളെയും മറ്റന്നാളും നിങ്ങളെല്ലാവരും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര ചൊല്ലാൻ കഴിയുമോ അത്രത്തോളം ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ബർക്കത്തുണ്ടാകും. ഇൻഷാ അല്ലാഹ് ആയുസ് നീട്ടിക്കിട്ടും, ആഫിയത്തുണ്ടാകും, ബർക്കത്തുണ്ടാകും, റിസ്ഖ് വിശാലമാകും, ഉപജീവനം വിശാലമാകും, എല്ലാവിധ ഖൈറും നിങ്ങൾക്കുണ്ടാകും. അതിൻ്റെ കൂടെ നിങ്ങൾ ഖുർആൻ ഓതുക. മഹാന്മാർ പറയുന്നത് യാസീൻ ഓതിയാൽ ആയുസ്, ആരോഗ്യം അങ്ങനെയൊക്കെ കിട്ടുമെന്ന്. അതെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അത് നിങ്ങളൊക്കെ പഠിച്ചതനുസരിച്ച് ചെയ്യുക. നമ്മളുടെ മുൻഗാമികളും ആലിമീങ്ങളും ആരിഫീങ്ങളും ഒക്കെ പറഞ്ഞതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. എന്തായാലും ഇത് മറക്കണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം. അങ്ങനെ പറയൽ നിങ്ങൾ മറന്നു പോകരുത്. ഞാൻ മുന്നത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞതാണ്. പടച്ചോനെ സുബ്ഹാനേ കനിയേണം ദുനിയാവിൽ, അഹദോനെ കനിയേണം പരലോകത്ത്, അല്ലാഹ് പരലോകത്ത്. പടച്ചോനെ സുബ്ഹാനേ കനിയേണം ദുനിയാവിൽ, അഹദോനെ കനിയേണം പരലോകത്ത്, അല്ലാഹ് പരലോകത്ത്. അഹദോനെ ദുനിയാവിൽ പല പല ദുരിതങ്ങൾ ഇറങ്ങുന്നേ, ഇതാ ഞങ്ങളിൽ കഴിയുന്നില്ലേ, താങ്ങാൻ കഴിയുന്നില്ലേ, അല്ലാഹ് താങ്ങാൻ കഴിയുന്നില്ലേ. അഹദോനെ ദുനിയാവിൽ പല പല ദുരിതങ്ങൾ ഇറങ്ങുന്നേ, ഇതാ ഞങ്ങളിൽ കഴിയുന്നില്ലേ, താങ്ങാൻ കഴിയുന്നില്ലേ, അല്ലാഹ് താങ്ങാൻ കഴിയുന്നില്ലേ. അഹദോനെ ദുനിയാവിലെ ദുരിതങ്ങൾ മാറ്റേണേ, ബലാലുകൾ മുസീബത്തും മാറ്റേ അല്ലാഹ്, എന്നും മാറ്റേ അല്ലാഹ്. അഹദോനെ ദുനിയാവിലെ ദുരിതങ്ങൾ മാറ്റേണേ, ബലാലുകൾ മുസീബത്തും മാറ്റേ അല്ലാഹ്, എന്നും മാറ്റേ അല്ലാഹ്. കൊതിച്ചത് നടക്കാതെ കരയുന്നു ഇതാ നമ്മൾ, ഇതാ ഞാവൽ കരപക്ഷി അതുപോൽ തന്നെ, അല്ലാഹ് അതുപോൽ തന്നെ. കൊതിച്ചത് നടക്കാതെ കരയുന്നു ഇതാ നമ്മൾ, ഇതാ ഞാവൽ കരപക്ഷി അതുപോൽ തന്നെ, അല്ലാഹ് അതുപോൽ തന്നെ.
ദുനിയാവിൽ വിജയങ്ങൾ സകലേതും തരണേ നീ, കൊതിച്ചുള്ള ഇതാഗ്രഹം സഫലമാക്കേ അല്ലാ, ഞങ്ങളിൽ സഫലമാക്കേ. ദുനിയാവിൽ വിജയങ്ങൾ സകലേതും തരണേ നീ, കൊതിച്ചുള്ള ഇതാഗ്രഹം സഫലമാക്ക് അല്ലാ, ഞങ്ങളിൽ സഫലമാക്കേ. അഹദോനെ അവസാനം തടിറൂഹ് പിരിയുമ്പോൾ പരിപൂർണ ഇതായിമാൻ തരേണം അല്ലാ, അല്ലാ തരേണം അല്ലാ. അഹദോനെ അവസാനം തടിറൂഹ് പിരിയുമ്പോൾ പരിപൂർണ ഇതായിമാൻ തരേണം അല്ലാ, അല്ലാ തരേണം അല്ലാ. അഹദോനെ ഇതാ സ്വർഗം കണി കണ്ട് മരിക്കുവാൻ, ഇതാ ത്വാഹ നബിയെയും കാണിക്കണേ അല്ലാ, മൗത്തിൻ സമയം കാണിക്കണേ. അഹദോനെ ഇതാ സ്വർഗം കണി കണ്ട് മരിക്കുവാൻ, ഇതാ ത്വാഹ നബിയെയും കാണിക്കണേ അല്ലാ, മൗത്തിൻ സമയം കാണിക്കണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا رب ارحمهما كما ربياني صغيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അഹദോനെ ഇതാമീൻ പറയുന്നു ഞങ്ങളും, ഇതാമീൻ ഇതാമീൻ ആമീൻ ആമീൻ. അഹദോനെ ഇതാമീൻ പറയുന്നു ഞങ്ങളും, ഇതാമീൻ ഇതാമീൻ ആമീൻ ആമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله تعالى وبركاته.